എടാ ജെയിന് ക്വസ്റ്റ്യൻ എടുത്ത എൻ്റെയൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇക്വേഷൻ ആണ് വാൻ ഡെർ വാൾസ് ഇക്വേഷൻ. ഇത് വെച്ചിട്ട് ജെയിന്റെ പ്രീവിയസ് നോക്കി ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ കുറേ കട്ട് ചെയ്ത് ഒഴിവാക്കിയാണ്. ഇത് കണ്ട് റിപ്പീറ്റ് ചെയ്ത് പോയിട്ട്. അഗൈൻ വെൽക്കം ടു ലേൺലേ. എടാ ഒന്നുമില്ല, നമ്മള് നേരത്തെ കണ്ടിന്യൂഷൻ പ്രോബ്ലം ആണ്, ചെറിയൊരു ബ്രേക്ക് എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. സോ ക്വസ്റ്റ്യൻ നമ്പർ 6 നമ്മൾ പോവാണ്. 6th ക്വസ്റ്റ്യൻ ആണ്, നോക്കണേ. മാച്ച് ദ ലിസ്റ്റ് വിത്ത് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. എടാ ഒന്നാമത്തെ ലിസ്റ്റും രണ്ടാമത്തെ ലിസ്റ്റും മാച്ച് ചെയ്യാം. നമുക്ക് വായിക്കേണ്ട ആവശ്യമില്ല അല്ലേ? ഇല്ല, ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കിട്ടും. മാച്ച് ദ ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. എടാ ഒന്നാമത്തെ കോളോ രണ്ടാമത്തെ കോളോ എന്താക്കാണ് മാച്ച് ചെയ്യാൻ പോവാണ്. എടാ നോക്ക്, അവിടെ ആദ്യം തന്നെ ആരുണ്ട്? പ്ലാങ്ക് കോൺസ്റ്റന്റ് അല്ലേ? എനിക്കറിയുന്ന ഞാൻ ആദ്യം നോക്കാം അല്ലേ? ഞാൻ പ്ലാങ്ക് കോൺസ്റ്റന്റ് കേട്ട് മടുത്തൊരു സാധനമാണ്. പ്ലാങ്ക് കോൺസ്റ്റന്റ് മൈൻഡിലാണ്. പ്ലാങ്ക് കോൺസ്റ്റന്റ് h എന്താണ്? ml²t⁻⁻1. അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഓക്കെ, സി എന്തിനു കൊടുക്കാം? ml²t⁻⁻1 കൊടുത്ത്. ഇനി അടുത്ത് എന്താണുള്ളത്? അടുത്ത് എന്തുണ്ട്? ബോൾട്സ്മാൻസ് കോൺസ്റ്റന്റ് ഉണ്ട് അല്ലേ? നമ്മൾ തെർമൽ വെലോസിറ്റി ഒക്കെ പഠിക്കുമ്പോൾ എനർജി ഈക്വൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് 3/2 kBT അല്ലെങ്കിൽ 1/2 kBT ഡിഗ്രി ഓഫ് ഫ്രീഡം ഒക്കെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് എനിക്ക് എഴുതാൻ പറ്റും. എനർജി ഈക്വൽ ടു എന്താടാ? KBT ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ കെബിന്റെ ബോൾട്സ്മാൻസ് കോൺസ്റ്റന്റ് ഡയമെൻഷൻ ആയില്ലേ? എനർജിന്റെ എന്താണടാ? ml²t⁻⁻2 അല്ലേ? ടി എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ ആണ്. ടെമ്പറേച്ചറിന് എന്താണ്? ഈ ടെമ്പറേച്ചർ ഇങ്ങോട്ടേക്ക് എടുത്താൽ അതിന്റെ എന്താണ്? കെൽവിൻ ആണ്. ഈ കേനെ നേരെ മുകളിലോട്ടേക്ക് എടുത്തു. സോ KB is equal to ml²t⁻⁻2 K ഇൻവേഴ്സ്. ഓപ്ഷൻ ഉണ്ടോ? യെസ്. സോ ബോൾട്സ്മാൻസ് കോൺസ്റ്റന്റ് എന്ന് വെച്ചാല് മൂന്നാമത്തെ ഓപ്ഷൻ ആണ്. അതും കിട്ടി. ഇനി അടുത്ത് എന്തുണ്ട്? കോയിഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ഉണ്ട്. അതാ ചെയ്യേണ്ട ആവശ്യമില്ല, പറഞ്ഞുതരാം. എടാ കോയിഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റിയും ഇനി ആരോ ബാക്കിയില്ല, തെർമൽ കണ്ടക്ടിവിറ്റിയോ ബാക്കിയില്ല. രണ്ടാൾ ബാക്കിയുണ്ട് അല്ലെ? കോയിഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റിയും തെർമൽ കണ്ടക്ടിവിറ്റി. എടാ കോയിഫിഷ്യന്റ് ഓഫ് കോയിഫിഷ്യന്റ് വിസ്കസ് ഫോഴ്സ് F is equal to നമുക്കറിയാം. F is equal to -eta into A into dV/dx. dV/dx എന്ന് വെച്ചാൽ എന്താ? വെലോസിറ്റി ഗ്രേഡിയന്റ് ആണ്. A മീൻസ് ഏരിയ ആണ്, eta മീൻസ് കോയിഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ആണ്, F മീൻസ് വിസ്കസ് ഫോഴ്സ് ആണ്. എടാ ഈ എക്സ്പ്രഷനിൽ എവിടെയെങ്കിലും ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഉണ്ടോ? ഈ എക്സ്പ്രഷൻ നമ്മൾ നോക്കുകയാണ്. എഫിൽ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഇല്ല, എയിൽ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഇല്ല, വെലോസിറ്റി ഗ്രേഡിയന്റിലും എന്തില്ല? ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഇല്ല. സോ നിങ്ങൾ ഈറ്റേന്റെ എക്സ്പ്രഷൻ എഴുതുമ്പം അവിടെ ടെമ്പറേച്ചറിന്റെ ടേം ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഇല്ലാത്ത ഒരേ ഒരു ക്വസ്റ്റ്യനല്ലേ ഇവിടെ ഉള്ളൂ, ഒരേ ഒരു ഓപ്ഷനല്ലേ ഇവിടെ ഉള്ളൂ അല്ലേ? എടാ ഇനി ബാക്കിയുള്ളത് കോയിഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ആണ്. ഇപ്പൊ രണ്ടെണ്ണം പോയി. ഇനിയിപ്പോ ടെമ്പറേച്ചർ ഇല്ലാത്ത ഒരേ ഒരു ടേം ആരേ ഉള്ളൂ? ഇതേ ഉള്ളൂ. അത് ആരതായിരിക്കും? കോയിഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ആയിരിക്കും. ഇനി തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് കേട്ട എന്തായാലും അവിടെ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഉണ്ട്. അപ്പൊ അടുത്ത ഏതാ? ml_3 K ഇൻവേഴ്സ്. ഞാൻ മനഃപൂർവ്വം ഓപ്ഷൻ ഇവിടെ കൊടുക്കാണ്ടെന്ന, കാരണം രണ്ടെണ്ണം കിട്ടുമ്പോൾ തന്നെ ഓപ്ഷൻ കിട്ടും. ഓക്കെ, അപ്പൊ ഇത് സിമ്പിൾ ആണ്. എവിടെ ചോദിച്ചാണ്? JEE Main 2025 രണ്ടാമത് ഷിഫ്റ്റ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇത് വെറൈറ്റി സിമ്പിൾ ക്വസ്റ്റ്യൻ. JEE Main ഷിഫ്റ്റ് 1 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. എ പേഴ്സൺ മെഷേഴ്സ് മാസ് ഓഫ് 3 ഡിഫറെന്റ് പാർട്ടിക്കിൾ ആസ് 435.42, 226.3, 0.125 gram respectively. According to the rule for arithmetic operations with significant figures, the addition of the masses of 3 particles will be. എടാ ഒരു പാർട്ടിക്കിളിന്റെ മാസ് നമ്മൾ 3 times മെഷർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈം എനിക്ക് മെഷർ ചെയ്യുമ്പോൾ കിട്ടിയത് എത്രയാടാ? 435.42 പ്ലസ് 226.3 സെക്കൻഡ് ടൈംസ്. നെക്സ്റ്റ് ടൈംസ് കിട്ടുന്ന എത്രയാ? 0.125 ആണ്. ഇത് ആഡ് ചെയ്യണം. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തിനെ ബേസ് ചെയ്തിട്ട് ആഡ് ചെയ്യണം? നമ്മൾ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ബേസ്ഡ് ഓൺ ദ അഡിഷൻ. നമ്മൾ എന്താണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന്റെ ബേസിൽ പഠിച്ചിട്ടുണ്ട്. അവിടെ കുറച്ച് റൂൾസ് പഠിച്ചിട്ടുണ്ട്, അഡിഷനും സബ്സ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ. ആ റൂൾസ് ബേസ് ചെയ്തായിരിക്കണം ഫൈനൽ ആൻസർ എന്താണ്ടത് എക്സ്പ്രസ് ചെയ്യേണ്ടത്. അപ്പൊ ശ്രദ്ധിക്കണേ, അഡിഷന്റെയും സബ്സ്ട്രാക്ഷന്റെയും കേസിൽ എടാ ഡെസിമൽ പോയിന്റിന് ശേഷം ഫസ്റ്റ് ഓപ്പറൻഡിൽ ഡെസിമൽ പോയിന്റിന് ശേഷം 2 ഡിജിറ്റുകളിൽ 2 ഡിജിറ്റുകളിൽ, സെക്കൻഡ് ഓപ്പറൻഡിൽ ഡെസിമൽ പോയിന്റിന് ശേഷം എത്രയാ? 1 ഡിജിറ്റേ ഉള്ളൂ. ഇനി തേർഡ് ഓപ്പറൻഡിൽ
ഡെസിമൽ പോയിന്റ് ശേഷം എത്ര ഡിജിറ്റ് ഉണ്ട്? 3 ഡിജിറ്റ്. ശ്രദ്ധിക്കണടാ, ഫസ്റ്റ് ഓപ്പറൻഡില് 2, സെക്കൻഡ് ഓപ്പറൻഡില് 1, തേർഡ് ഓപ്പറൻഡിൽ എന്താ 3 ആണ്. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ചോ, നമ്മൾ പഠിച്ച റൂള് പറഞ്ഞത് റിസൾട്ടിൽ ഈ 3 ഓപ്പറൻഡിലും ഡെസിമൽ പോയിന്റിന് ശേഷമുള്ള ഡിജിറ്റിന്റെ എണ്ണം കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ലീസ്റ്റ് എവിടെയാണോ വരുന്നത് ആ ലീസ്റ്റ് നമ്പർ മാത്രമേ എവിടെ ഉണ്ടാവാൻ പാടുള്ളൂ, ആൻസറിൽ ഉണ്ടാവാൻ പാടുള്ളൂ. ഒന്നാമത്തേല് ഡെസിമൽ പോയിന്റ് ശേഷം 2 ഉണ്ട്, രണ്ടാമത്തേൽ 1 ഉള്ളൂ, മൂന്നാമത്തേൽ 3 ഉണ്ട്. ഇത് 3 കമ്പയർ ചെയ്യുമ്പോൾ 1 ചെറുത് അല്ലേ? 1, 2, 3 കമ്പയർ ചെയ്താൽ അതിൽ ചെറുത് എത്രയാ? 1 ആണ്. സോ ആൻസറിൽ ഡെസിമൽ പോയിന്റ് ശേഷം ഒരു ഡിജിറ്റ് നിർബന്ധമായിട്ട് ഉണ്ടാവണം. ഒറ്റ ഉണ്ടാവാൻ പാടില്ലാത്ത ഓപ്ഷനും പറ്റൂല, അതിനേക്കാളും കൂടുതലും പറ്റൂല. മിനിമവും മാക്സിമം ആയിട്ട് ഒരാൾ അവിടെ ഉണ്ടാണ്. അതിൽ കുറയാനും പാടില്ല, കൂടാനും പാടില്ല. അപ്പൊ നോക്കിയേ, ഒന്നാമത്തെ ഓപ്ഷനിൽ എത്രയുണ്ട്? 3 ആൾക്കാരുണ്ട്. ഞാനിപ്പോ കാൽക്കുലേഷനേ ചെയ്തിട്ടില്ല. പോയിന്റിന് ശേഷം 3 ആൾക്കാരുണ്ട്, അപ്പൊ അത് വാലിഡ് അല്ല. പോയിന്റിന് ശേഷം ഒരാൾ വേണം. ഇനി ഞാൻ രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് പോയി, 662. അവിടെ പോയിന്റിന് ശേഷം ഒരാളേ ഇല്ല, അതും പറ്റൂല. ഞാൻ നാലാമത്തെ ഓപ്ഷനിലേക്ക് വന്നേ, അവിടെ 661.84, പോയിന്റിന് ശേഷം 2 ആൾക്കാരുണ്ട്, അത് പാടില്ല. പോയിന്റിന് ശേഷം ഒരാൾക്കാരെ മാത്രമേ പാടുള്ളൂ. സോ ഓപ്ഷൻ നമ്പർ സി ഇസ് ദ കറക്റ്റ് ആൻസർ. സിമ്പിൾ അല്ലേ? അതായത് അരിത്തമാറ്റിക് ഓപ്പറേഷന്റെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന്, അതായത് റൗണ്ട് ഓഫിലേക്ക് പോകുന്നതിന് മുമ്പിൽ നമ്മൾ പഠിച്ച റൂളുണ്ട്, അത് അറിയാമെങ്കിൽ സോൾവ് ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ട് എക്സാം ചോദിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യനിലോട്ടേക്ക് പോവാ. വീണ്ടും മാച്ച് ദ ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. നോക്കണേടാ, ഇത് ഗ്രാവിറ്റേഷൻ എന്നുള്ള ചാപ്റ്ററിന് മാത്രമേ എടുത്തുള്ളൂ, വേറൊരു ചാപ്റ്ററിലേക്ക് ഒരു പോയിട്ടില്ല. അപ്പൊ നമ്മൾ മാച്ച് ചെയ്യാൻ പോവാണ്. നമുക്ക് ആദ്യം എന്ത് മാച്ച് ചെയ്യാം? Acceleration due to gravity. Any type of acceleration, you know, the dimensional formula is equal to LT raised to minus 2. അത് acceleration due to gravity ആയിക്കോട്ടെ, centripetal acceleration ആയിക്കോട്ടെ, linear acceleration ആയിക്കോട്ടെ, എന്ത് ടൈപ്പ് acceleration ആയിക്കോട്ടെടാ, അതിന്റെ ഡയമെൻഷൻ നിങ്ങൾക്ക് അറിയാം, LT raised to minus 2 ആണ്. അതവിടെ മാർക്ക് ചെയ്ത്. ഇനി ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് നമ്മുടെ ബോർഡ് എക്സാമിന് എപ്പോ ചോദിച്ച സാധനമാണ് അല്ലെ? സ്റ്റേറ്റിന് ബോർഡ് എക്സാമിന് എപ്പോ ചോദിക്കുന്ന കോൺസ്റ്റന്റ് ആണ് എഫ് ഇസ് ഈക്വൽ ടു, ഇത് തരും, Gm1 m2 by r² എന്നുള്ള എക്സ്പ്രഷൻ ഉപയോഗിച്ചിട്ട് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ക്യാപിറ്റൽ ജിന്റെ എന്ത് കണ്ടുപിടിക്കണം? ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിക്കണം. നമ്മൾ ഒരുപാട് പ്രാവശ്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ക്യാപിറ്റൽ ജിന്റെ ഡയമെൻഷൻ നമുക്കറിയാം, m ഇൻവേഴ്സ് L³ t raised to minus 2. പിന്നെ ഒന്നും നോക്കണ്ട, അതിന് മാർക്ക് ചെയ്തോളാം. 2 എണ്ണമായി. ഇനി ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഉണ്ട്. എന്ത് ടൈപ്പ് എനർജി ആയിക്കോട്ടെടാ, അത് റൊട്ടേഷണൽ എനർജി, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി, വൈബ്രേഷണൽ എനർജി, എന്ത് ടൈപ്പ് എനർജി ആയിക്കോ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഡയമെൻഷണൽ ഫോർമുല എന്തിന് ഈക്വൽ ആണ്? ml² t raised to minus 2 ഈക്വൽ അല്ലെ? അപ്പൊ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ഡയമെൻഷൻ ml² t raised to minus 2, അതും കിട്ടി. ഇനി ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ആണ്. എടാ, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലും ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയും തമ്മിൽ ഡിഫറൻസ് എന്താ? 1 കിലോഗ്രാം മാസ്മേൽ എക്സൈറ്റ് ചെയ്യുന്നതാണെങ്കിൽ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലാ അല്ലേ? ഇനി ജനറൽ ആയിട്ട് m മാസ് ആണെങ്കിൽ 1 കിലോഗ്രാം അല്ല, 2 കിലോഗ്രാം, 4 കിലോഗ്രാം, 10 കിലോഗ്രാം, അല്ലെങ്കിൽ 225 കിലോഗ്രാം, അങ്ങനെ ജനറൽ ആയിട്ടൊരു മാസ് വരികയാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് വിളിച്ചേ? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് വിളിച്ചേ. അപ്പൊ പൊട്ടൻഷ്യലിന്റെ ടൈമിൽ ആരുണ്ടാവൂല? m ഉണ്ടാവൂല. m-ന്റെ സ്ഥാനത്ത് 1 എന്നാ വരിക, പെർ യൂണിറ്റ് മാസാ. അപ്പൊ അവിടെ m ഇല്ലെങ്കിൽ പോട്ടെ, m ഇല്ലാത്ത ഒരേ ഒരു ഓപ്ഷൻ എന്താ? L² t raised to minus 2. സിമ്പിൾ അല്ലേ? എടാ, ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്ററിനെ മാത്രം എടുത്ത് ചോദിക്കാണ്. അറ്റ്ലീസ്റ്റ് ഒരു മര്യാദ ഉണ്ടെങ്കിൽ എന്താണ്, എല്ലാ ചാപ്റ്ററും ഓരോരോ ഡയമെൻഷൻ, ഓരോരോ ക്വാണ്ടിറ്റി എങ്കിലും എടുത്തു തരണം. ഇത് ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്ററിന് മാത്രമാണ് എന്ത് ചോദിച്ചത്? ജയിലെ ഏപ്രിൽ ഷിഫ്റ്റിൽ ചോദിച്ചത്. ഓക്കെ, എന്നാൽ അടുത്ത ക്വസ്റ്റ്യനിലോട്ടേക്ക് പോവാം. ശ്രദ്ധിക്കാം. If μ0 and ε0 are the permeability of a free space respectively, then the dimensions of, simple ആണ്, dimensions of 1 by μ0 ε0. ഞാൻ ഓൾറെഡി ഇന്നലത്തെ ക്ലാസ്സിൽ ഫസ്റ്റ് പ്രോബ്ലത്തിലാണ് എനിക്ക് തോന്നുന്നുണ്ട്, യൂണിറ്റ് ആ മെഷർമെന്റിന്റെ ഫസ്റ്റ് പ്രോബ്ലത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അഡീഷണൽ ആയിട്ട് c is equal to, സ്പീഡ് is equal to 1 by root of μ0 ε0 ആണ്. വെറുതെ പറഞ്ഞില്ലാന്ന് മനസ്സിലായില്ലേ? കാരണം ഈ ക്വസ്റ്റ്യനിൽ ഇതാ വന്നത്. ഞാൻ ചെയ്യാൻ പോകുന്ന 2 ഡയറക്ഷനിൽ 2 സൈഡിൽ എന്തെടുക്കാണ്? സ്ക്വയർ എടുക്കാൻ പോവാണ്. ശ്രദ്ധിക്കണേ, c-ന്റെ സ്ക്വയർ c², 1-ന്റെ സ്ക്വയർ 1, റൂട്ട് ഓഫ് μ0 by ε0ന്റെ സ്ക്വയർ എടുക്കുമ്പോൾ എന്തായി പോകും? കട്ട് ചെയ്ത് പോകും. സോ ആൻസർ ഈസ്, അതായത് 1 by μ0 ε0ന്റെ ഡയമെൻഷൻ എടാ നോക്കണം എന്തിന് ഈക്വൽ ആ? c² ഈക്വൽ ആ. c എന്ന് വെച്ചാൽ സ്പീഡ് ഓഫ് ലൈറ്റ് ആ. സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറയുമ്പോൾ ലൈറ്റിന്റെ LT raised to minus 1, ലൈറ്റിന്റെ അല്ല, സ്പീഡിന്റെ LT raised to minus 1, അതിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്തായിട്ട് മാറിയടാ? L² t raised to minus 2.
അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ടോ? L² t⁻², നിങ്ങൾക്ക് L²/t² എഴുതാം അല്ലേ? സോ ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ സിമ്പിളാ 2025 ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് 2025 തന്നെയാണ്, ഞാൻ വെറുതെ ബടായി പറയല്ല, ഞാൻ എടുത്ത ക്വസ്റ്റ്യൻ ആണ്. 2025 ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇനി അടുത്ത മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 ആണ്. എടാ നോക്കിയാ, ഹീറ്റ് കപ്പാസിറ്റി ഓഫ് എ ബോഡി ഉണ്ട്, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് എ ബോഡി ഉണ്ട്, ലൈറ്റന്റ് ഹീറ്റ് ഓഫ് എ ബോഡി ഉണ്ട് അല്ലെ? ലൈറ്റന്റ് ഹീറ്റ് ഓഫ് എ ബോഡി ഉണ്ട്. അപ്പൊ ശ്രദ്ധിക്കാം, തെർമൽ കണ്ടക്ടിവിറ്റി, ലൈറ്റന്റ് ഹീറ്റ്, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് എ ബോഡി, ഹീറ്റ് കപ്പാസിറ്റി ഓഫ് എ ബോഡി. എടാ എന്താണ് ഹീറ്റ് കപ്പാസിറ്റി? ആ ഡെഫിനിഷൻ ആലോചിച്ചാൽ മനസ്സിലാവും അല്ലെ? ഹീറ്റ് കപ്പാസിറ്റി എന്ന് വെച്ചാൽ എം മാസ് ഉള്ള ഒരു ബോഡീന്റെ മാസ് എന്തായിക്കോട്ടെ, എം മാസ് ഉള്ള ഒരു ബോഡീന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് കൂട്ടാനോ 1 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 1 യൂണിറ്റ് കൂട്ടാനോ കുറക്കാനോ ആവശ്യമായിട്ടുള്ള എനർജി ചേഞ്ച് അല്ല എനർജി ഡിഫറൻസിനെ നമ്മൾ എന്ത് വിളിക്കുക? ഹീറ്റ് കപ്പാസിറ്റി എന്ന് വിളിക്കുക. ശ്രദ്ധിക്കണേ, അത് ഹീറ്റിന് തുല്യമാണ്. ഹീറ്റ് എന്ന് വെച്ചാൽ എനർജിക്ക് തുല്യമാണ്. കണ്ടീഷൻ എന്തായിരിക്കണം? എം മാസ് ആയിക്കോട്ടെ, എന്ത് മാസം വേണേ ആയിക്കോട്ടെ, എന്ത് മാസം വേണേ ആയിക്കോട്ടെ, അതിൽ ടെമ്പറേച്ചർ എന്താക്കണം? 1 ഡിഗ്രി സെൽഷ്യസ് കൂട്ടണം. 1 ഡിഗ്രി സെൽഷ്യസ് കൂട്ടണം. സോ ഇതിന്റെ ആൻസർ എന്താ വരിക? ഇതിന്റെ ആൻസർ വരിക ജൂൾ പെർ കെൽവിൻ ആണ്. ജൂൾ പെർ കെൽവിൻ ആണ് വരിക. കാരണം എം മാസിന് പിന്നെ അവിടെ സ്പെസിഫിക്കേഷൻ ഇല്ല. എം മാസ് ഉള്ള ബോഡീന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് കൂട്ടുക. ഇനി സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണെങ്കിലോ 1 കിലോഗ്രാം ആണ്. എം അവിടെ ഇല്ല, എമ്മിനെ അവിടുന്ന് വെട്ടി ഒഴിവാക്കണം. 1 കിലോഗ്രാം മാസുള്ള ഒരു ബോഡീന്റെ ഹീറ്റ് 1 ഡിഗ്രി സെൽഷ്യസോ അല്ലെങ്കിൽ 1 യൂണിറ്റ് കൂട്ടാനോ കുറയ്ക്കാനോ ആവശ്യമായിട്ടുള്ള എനർജി ചേഞ്ചിനെ നമ്മൾ എന്ത് വിളിക്കുക? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് വിളിക്കുക. സോ അവിടെ എന്താണ്? പെർ കെൽവിൻ എന്ന് പറഞ്ഞ പോലെ ആരെ വരണം? പെർ കിലോഗ്രാം എന്ന് വേണം. അപ്പൊ എന്ത് വരണോ? ഇതാണ് അതിന്റെ ആൻസർ. ലൈറ്റന്റ് ഹീറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതായത് ഫേസ് ചേഞ്ച് ആണ് അല്ലെ? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് ബേസ് ചെയ്തിട്ട് 1 കിലോഗ്രാം മാസിന്റെ 1 കിലോഗ്രാം ഐസോ അല്ലെങ്കിൽ വാട്ടറിന്റെ ഒക്കെ ഫേസ് ചേഞ്ചിന്റെ സമയത്ത് ഐസ് വാട്ടർ ആവുന്നോ, വാട്ടർ തിരിച്ച് വേപ്പർ ആവുന്നോ, വാട്ടർ തിരിച്ച് ഐസ് ആവുന്നോ, വാട്ടർ വേപ്പർ ആവുന്നോ ഒക്കെ സ്റ്റേറ്റിലാണ് ലൈറ്റന്റ് ഹീറ്റ് ഓഫ് വാപ്പറൈസേഷൻ, ലൈറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ എന്തില്ല? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ടെമ്പറേച്ചർ ഇല്ലാത്ത ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ നോക്കാം. ടെമ്പറേച്ചർ ഇല്ലാത്ത ഒരേ ഒരു ഓപ്ഷൻ നമ്പർ 1 ആണ്, അതിലേക്ക് കൊടുത്തു. പിന്നെ ആകെ ഒന്നേ ബാക്കിയുള്ളൂ. തെർമൽ കണ്ടക്ടിവിറ്റി ആയിരിക്കും ഈക്വൽ ആയിരിക്കും ജൂൾ പെർ മീറ്റർ പെർ കെൽവിൻ പെർ സെക്കൻഡ് ആണ്. അത് ഹീറ്റ് കണ്ടക്ടിവിറ്റിക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്, H is equal to K into T2 minus T1 divided by L. അത് വെച്ച് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇതിന്റെ ഡയമെൻഷനും കൂടി കിട്ടും. സിമ്പിൾ ആണ്. അങ്ങനെ ആലോചിച്ച് ചെയ്യും. ഒരു ക്വസ്റ്റിനും കൂടി ചെയ്യാം. എടാ ജെയിന് ക്വസ്റ്റ്യൻ എടുത്ത എൻഡിയൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇക്വേഷൻ ആണ് വാൻ ഡെർ വാൾസ് ഇക്വേഷൻ. ഇത് വെച്ചിട്ട് ജെയിന്റെ പ്രീവിയസ് നോക്കി ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ കുറെ കട്ട് ചെയ്ത് ഒഴിവാക്കിയാണ്. ഇത് കണ്ട് റിപ്പീറ്റ് ചെയ്ത് പോയിട്ട് അല്ലേ? ദ ഇക്വേഷൻ ഓഫ് റിയൽ ഗ്യാസിന്റെ കേസിലെ നമ്മൾ ഐഡിയൽ ഗ്യാസ് അപ്രോച്ച് ചെയ്യുന്നതിന് മുമ്പിൽ നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ പറയുന്ന ഇക്വേഷൻ ആണ് എന്ത്? P+A/v² × V - BC = RT. ഈ ഇക്വേഷനെ വിളിക്കുന്ന പേരാണ് വാൻ ഡെർ വാൾസ് ഇക്വേഷൻ. ഒന്നിവിടെ ഏതാണ്? P+A/v² × V - BC = RT ആണ് അല്ലേ? ഓക്കെ, the dimensions of AB⁻². AB⁻² എന്ന് വെച്ചാൽ A/B² ഡയമെൻഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അവിടെ നോക്കിയ V - B എന്ന് എഴുതിയിട്ടുണ്ട്. V - B എന്ന് എഴുതണമെങ്കിൽ അവിടെ V - B എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എടാ V - B എന്ന് എഴുതണമെങ്കിൽ വിന്റെ ഡയമെൻഷനും സെയിം ആയിരിക്കണം അല്ലെ? ക്വാണ്ടിറ്റീസ് ഹാവിംഗ് സെയിം ഡയമെൻഷൻ ക്യാൻ ബി ആഡഡ് ഓർ സബ്ട്രാക്ട് എന്നാ പഠിച്ചു വെച്ചത്. അതായത് സെയിം ഡയമെൻഷനുള്ള ക്വാണ്ടിറ്റീനെ പരസ്പരം ആഡ് ചെയ്യാനും മൈനസ് ചെയ്യാനും പറ്റുള്ളൂ. അങ്ങനെയാണ് ബിന്റെ ഡയമെൻഷൻ ആർക്ക് ഈക്വലാ? വിക്ക് ഈക്വൽ ആണ്. സോ ബിന്റെ ഡയമെൻഷൻ നിങ്ങൾക്ക് ധൈര്യത്തിൽ എഴുതാൻ പറ്റും L³ ആണ്. ബിന്റെ ഡയമെൻഷൻ ധൈര്യത്തിൽ എഴുതാൻ പറ്റും L³ ആണ്. ഇനി അടുത്ത് നോക്കണേ, ഇനി എന്താ ഉള്ളത് അല്ലേ? ഏന്റെ കിട്ടണം. ഏന്റെ കിട്ടിയാൽ മാത്രമേ A/B² ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ എന്താ എഴുതിയിട്ടുണ്ട്? P+A/V² എന്ന് എഴുതിയിട്ടുണ്ട് അല്ലെ? ഇങ്ങനെ ഏതാണെങ്കിൽ Pൻ്റെതും A/V² പരസ്പരം ഈക്വൽ ആണടാ. അങ്ങനെയാണെങ്കിൽ ഏന്റെ നോക്കിയേ, ഏന്റെ വരുമ്പോ എന്താണ്? P × V² ആണ്
അല്ലേ? അപ്പൊ എന്റെ നോക്കിയേ, എ എന്ന് വെച്ചാൽ പി ഇൻറ്റു വി സ്ക്വയർ, അങ്ങനെ തന്നെ ഏതാ. പി ഇൻറ്റു വി എന്ന് വെച്ചാൽ പി ഇൻറ്റു വി, പി ഇൻറ്റു വി എന്ന് വെച്ചാൽ എനർജിയാണ്, അതിന്റെ കൂടെ ഒരു വി, കൂടി. അപ്പൊ ഞാൻ എന്റെ ഡയമെൻഷൻ എഴുതിയ എനർജി ഇൻറ്റു വോളിയാണ്. അല്ലെ? നിങ്ങൾ കണ്ടുപിടിക്കേണ്ട എന്താണ്? എ ബൈ ബി സ്ക്വയർ ആണ്. അല്ലേ? അപ്പൊ എ ബൈ ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്റെ സ്ഥാനത്ത് എനർജി ഇൻറ്റു വോളിയത്തിന്റെ വി കൊടുത്തടാ, ഡിവൈഡ് ബൈ അടിയിലോട്ടേക്ക് വന്നു ബി സ്ക്വയർ ആണ്. ബി എന്ന് വെച്ചാൽ വോളിയാണ്, അല്ലേ? അതിനൊരു സ്ക്വയർ. അപ്പൊ മുകളിൽ ഒരു വോളിയം, അടിയിലത്തെ ഒരു വോളിയം കട്ട് ചെയ്ത് പോയി. എ ബൈ ബി സ്ക്വയർ എന്ന് വെച്ചാൽ എന്തായിട്ട് മാറിയടാ? എനർജി പെർ വോളിയം ആയിട്ട് മാറും. അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ടോ? എനർജി പെർ വോളിയം എന്ന് വെച്ചാൽ എന്താടാ? എനർജി ഡെൻസിറ്റി. സോ ഓപ്ഷൻ നമ്പർ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ നമ്മൾ 5 പ്രോബ്ലം സോൾവ് ചെയ്ത് ഇനി വീണ്ടും ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. സോ അത് തൊട്ട് നമുക്ക് എന്താക്കാം, അടുത്ത സെഷനിലോട്ടേക്ക് പറയാം. അപ്പൊ എന്താക്കാം, വീണ്ടും ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. വീണ്ടും അടുത്ത വീഡിയോ ഇത് കഴിഞ്ഞ ഉടനെ അപ്ലോഡ് ചെയ്യും. ഓക്കെ, ചെറിയ ബ്രേക്ക് എടുക്കാണ്. സോ ഇതുവരെ സോൾവ് ചെയ്ത ക്വസ്റ്റ്യൻസ് എന്താക്കാം, വൃത്തിക്ക് പ്രാക്ടീസ്. ഓക്കെ, താങ്ക് യു.